ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാറാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, അതായത് 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. അതായത് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഈ മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരമണിക്കൂർ വെച്ച് കൊടുക്കുന്നത്. തീ കത്തിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം വേണം നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാനായിട്ട്. ചെറിയ തീയിൽ തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ പൊടി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അച്ചാറാണ്. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് മാങ്ങ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമല്ലോ അരമണിക്കൂർ. അപ്പോൾ ആ ഒരു സമയമേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. അതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ എപ്പോൾ അച്ചാർ ഇടുകയാണെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാനിവിടെ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല ചൂടോടുകൂടി തന്നെ ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച എണ്ണ ആയതുകൊണ്ട് ഈ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ ഈ മാങ്ങയൊക്കെ നല്ല സോഫ്റ്റായി തന്നെ കിട്ടും. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗങ്ങളിലും എത്തത്തക്ക രീതിയിൽ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം മാങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു അച്ചാർ നമുക്ക് ഒരുപാട് ദിവസമൊന്നും ഉപയോഗിക്കാനായിട്ടല്ല ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ആഴ്ച വരെ കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ പെട്ടെന്ന് ഒരു മാങ്ങ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ വിഷുവിന് ഈ പ്രാവശ്യം എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഉപ്പൊക്കെ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തതേ ഉള്ളൂ, രണ്ടാമത് ചേർത്തൊന്നും കൊടുത്തിട്ടില്ല. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത്. അപ്പോൾ വളരെ വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്